നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. താരസംഘടന അമ്മയ്ക്കുള്ളിലെ വാർത്തയാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ഇപ്പോൾ ശ്വേതാ മേനോൻ ഈ ഗ്രൂപ്പുകളിൽ നിന്നും ലെഫ്റ്റായിരിക്കുന്നു. 17 പേരുള്ള ഗ്രൂപ്പിൽ നിന്നും ശ്വേതാ മേനോൻ ഇന്നലെ രാവിലെയോടുകൂടി ലെഫ്റ്റായിരിക്കുന്നു. അതുകൂടാതെ 5 ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട 5 ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ കെട്ടിടത്തിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ്, അതോടൊപ്പം തന്നെ സ്പോൺസർ, കുടുംബസംഗമം നടത്താൻ പോകുന്നതുമായി ബന്ധപ്പെട്ട സ്പോൺസർ കമ്മിറ്റിയുടെ ഗ്രൂപ്പ്, അതോടൊപ്പം തന്നെ ഇവൻ്റ് ഗ്രൂപ്പ്, അതോടൊപ്പം തന്നെ മെമ്പർഷിപ്പ് ഗ്രൂപ്പ്, ഓഫീസ് ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം ഇപ്പോൾ ശ്വേതാ മേനോൻ ലെഫ്റ്റ് അടിച്ചു. അമ്മയുടെ പ്രസിഡൻ്റാണ് ലെഫ്റ്റ് അടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാരണങ്ങളൊക്കെ വ്യക്തമാക്കുകയാണ് ഞാൻ. കഴിഞ്ഞ ദിവസം താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം 8-ാം തീയതി ചേരുകയും അതിൽ വളരെ കുറഞ്ഞ ആളുകൾ യോഗത്തിൽ ചേരുകയും ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് അവിടെ വരുന്ന ആളുകൾക്ക് ഡിന്നർ ഒരുക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ഞാൻ പുറത്തു വിട്ടിരുന്നു. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് മുതിർന്ന അംഗമായ മല്ലിക സുകുമാരൻ പ്രതികരിക്കുകയും ചെയ്തു. ഇത്തരമൊരു നടപടി കീഴ്വഴക്കമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പണ്ടുള്ള കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ഉൾപ്പെടെ ഞാൻ വിളിച്ച് സംസാരിച്ചു. 25 വർഷമായിട്ട് ഇത്തരമൊരു നടപടി ഇല്ല, ഒരു ചാരിറ്റിയാണ്, അത് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പിൽ വലിയ ചർച്ച നടന്നു. പക്ഷേ കുക്കു പരമേശ്വരൻ ഇത് മന്ത്രിക്ക് വാക്ക് കൊടുത്താണ് നടത്തിയേ പറ്റുമോ എന്ന് പറയുകയും പിന്നീട് നടത്താനുള്ള തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ അവിടെ മന്ത്രിയോ മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ആരും പങ്കെടുക്കാതെയാണ് ഈ പരിപാടി നടന്നത്. ഇതൊരു വിവാദമായിട്ടുണ്ട്. ഇതിൽ അംഗങ്ങളെല്ലാം പല എതിർപ്പും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് വലിയ വിഷയത്തിലേക്ക് പോയി. അതോടൊപ്പം തന്നെയാണ് കുടുംബസംഗമം ജനുവരി 26-ാം തീയതി കുടുംബസംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സ്പോൺസർമാരുമായുള്ള ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിരുന്നു. ഈ സ്പോൺസർമാരുടെ മീറ്റിങ്ങിൽ ഒരു തീരുമാനമെടുത്തത് നിലവിൽ മമ്മൂക്കായോ ലാലേട്ടനൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം, സുരേഷ് ഗോപി ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈവൻറ്റിലേക്ക് സ്പോൺസർഷിപ്പുമാർ കുറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അവരൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ സ്പോൺസർമാരുടെ കുറവുണ്ട്. അപ്പം ഈ സ്പോൺസർമാരെ കൊണ്ടുവരുന്നെങ്കിൽ ഏജൻസി വഴിയേ വരെയാം പറ്റുള്ളൂ. അപ്പോൾ ഏജൻസിക്ക് കമ്മീഷൻ കൊടുക്കണം. ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഇതിൽ ഭിന്നാഭിപ്രായം ഉണ്ടാവുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്കറിയാൻ കഴിഞ്ഞത്, ഒരു കിടപ്പ് രോഗി അമ്മയിലുണ്ട്. ഒരു ക്യാൻസറൊക്കെ വന്ന് നാക്കുവര മുറിച്ച് കളയേണ്ട നിലയിലേക്ക് പോയി. അവരെ സഹായിക്കുന്ന ഒരു കടമ താരസംഘടന അമ്മയ്ക്കുണ്ട്. അത് സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊരു അവർക്ക് മാസം ഒരു 10,000 രൂപ കൊടുക്കണമെന്ന് വാക്കാൽ ഒരു നിർദ്ദേശം നൽകിയ കഴിഞ്ഞ കമ്മിറ്റി ഭാരവാഹികളെല്ലാം. പക്ഷേ ആ പൈസ ഇവർ കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതിനൊന്നും പൈസ കൊടുക്കാതെ 5 ലക്ഷം രൂപയോളം ഫിലിം ഫെസ്റ്റിവലിന് പോയി ഡിന്നർ നൽകാൻ ദൂർത്തടിച്ചു എന്ന ആക്ഷേപം ഇവർക്കെതിരെ ഉയർന്നു. എന്നാൽ ഇതിനൊന്നും ശ്വേതാ മേനോൻ മുന്നിട്ടിറങ്ങിയില്ല. അതാണ് പ്രസിഡൻ്റായ നിലപാടെടുത്തു. പക്ഷേ ഇവർ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ചെയ്യട്ടെ എന്ന് വന്ന് കൈ ഒഴിയാനേ ശ്വേതാ മേനോന് കഴിഞ്ഞുള്ളൂ. കാരണം ഇന്നസെൻ്റായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇവർ നിർബന്ധിച്ചത് ചെയ്യുമ്പോൾ ഇതിനൊന്നും പൈസ കൊടുക്കാതെ അപ്പോൾ ശ്വേതാ മേനോനൊക്കെ ഇത് ചോദ്യം ചെയ്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് കുക്കു പരമേശ്വരും ഉണ്ണീഷ് ഗോപാലും ഇതിൽ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും അതല്ല ഇതാണ് ശരിയെന്നുള്ള വാഗ്വാദങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെയാണ് ശ്വേത ഇനി ജനറൽ ബോഡിക്ക് കാണാം എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ഇട്ടോടുകൂടി എല്ലാ ഗ്രൂപ്പിൽ നിന്നും എക്സിറ്റ് ആയിരിക്കുന്നു. അത് ചരിത്രത്തിലാദ്യമാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്നും ഒരു പ്രസിഡന്റ് എക്സിറ്റ് ആവുകയും ആ ലെഫ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ ചർച്ചകൾക്കൊന്നും അവർക്ക് ഭാഗമാകാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയ ഒരു നടിക്ക് വലിയ വിഷയമുണ്ട്. അവിടെ നിന്ന് പണം ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ആ നടി ആവശ്യപ്പെടുന്നു അമ്മ സംഘടനയോട് അതൊന്ന് ഇടപെട്ട് ഇതിനൊരു ചർച്ച ചെയ്ത് പരിഹരിക്കണം. ഇതിനു മുമ്പ് ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്ന താരസംഘടനയുള്ള അധികാരപ്പെട്ടവരുണ്ടായിരുന്നു. ഇവരപ്പോൾ തന്നെ നെടുങ്കണ്ടം തിലകം അവരാണ് അവിടുത്തെ സംഘടന. ആ സംഘടനയിൽ വിളിച്ചു പറഞ്ഞ് ഇതിനൊരു നടപടിയുണ്ട്. പക്ഷേ ഇതുവരെ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇവരിടപെട്ടില്ല എന്നൊരു ആക്ഷേപമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഇൻഷുറൻസ് തുക ഇതുവരെ ലഭിച്ചിട്ടില്ല. കാരണം ഇൻഷുറൻസ് തുക അടയ്ക്കേണ്ട ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവരടച്ചത്. അതുപോലും ട്രഷറിൻ്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയായിട്ടാണ് അംഗങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹത്തിന് പിന്നീട് വേറെ എവിടുന്നോ പൈസയൊക്കെ ഒപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഡിസ്ചാർജ് ആയെന്ന വിവരം ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പെൺകുട്ടിക്ക് വലിയ എന്തോ വിഷയങ്ങൾ വന്നപ്പോൾ അമ്മയിൽ നിന്നും സഹായം ചോദിച്ചപ്പോൾ ആ കുട്ടിയെ സഹായിച്ചില്ല. വെറും 5,000 രൂപ വെച്ചാണ് സഹായം ചോദിച്ചത്. അത് സഹായിച്ചില്ല. ഇതൊന്നും നടത്താൻ പറ്റില്ല എന്ന നിലയിലേക്ക് വാശി പിടിക്കുന്നു. എന്നാൽ ഈ പണം എല്ലാം എടുത്തുകൊണ്ട് 5 ലക്ഷം രൂപയോളം എടുത്ത് ഫിലിം ഫെസ്റ്റിവലിന് ദൂർത്തടിക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്ന ആക്ഷേപം വലിയ ശക്തമായിട്ട് അംഗങ്ങൾക്കുള്ളിൽ ഉദിച്ചിരിക്കുന്നു എന്ന വിവരമാണ് എനിക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും വലിയ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വരെ ഈ
അമ്മ സംഘടന പുതിയ ഭാരവാഹികൾ ഏറ്റിട്ട് ഒരു ഇവൻ്റ് നടത്തി ഒരു പണം സ്വരൂപിക്കാൻ കഴിഞ്ഞില്ല. ഇതിനു മുമ്പുള്ള ഭാരവാഹികൾ സ്വരൂപിച്ച് വെച്ച പണം എടുത്താണ് ഇവരെ ദൂർത്തടിക്കുന്നത്. ഇത് ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് അവിടെ പോയി താമസിക്കുന്നതിന് റൂം എടുത്തിട്ടുണ്ട്. ആദ്യം എത്രയോ റൂമുകളാണ് ബുക്ക് ചെയ്തിരുന്നത്. പിന്നീട് ആളിൻ്റെ എണ്ണം കുറഞ്ഞപ്പോൾ റൂം ക്യാൻസൽ ചെയ്തുകൊണ്ട് ആ ക്യാൻസൽ ചെയ്തതിന് പൈസ കൊടുക്കേണ്ടായി വന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എങ്കിലും അവിടെ പോയി ഇത്ര ദിവസം താമസിക്കുമ്പോൾ വലിയ ബാധ്യത ഈ താരസംഘടന അമ്മയ്ക്കുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരം ഒരു പരിപാടി അവിടെ ഈ ഡിന്നർ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ജോയി മാത്യു എതിർപ്പ് പ്രകടിപ്പിച്ചു, ശക്തമായ എതിർപ്പ് വിയോജിപ്പ് പ്രകടിപ്പിച്ചു എന്നാണ് എനിക്ക് കിട്ടുന്നത്. ജോയി മാത്യു, ടിനി ടോം, സിജോ വർഗീസ്, കൈലാഷ് ഇവരെല്ലാവരും എതിർപ്പ് പ്രകടിപ്പിച്ചു. അത് മറികടന്നുകൊണ്ട് എന്നാൽ ഇതെന്തെങ്കിലും ആകട്ടെ, ഒരു പ്രശ്നങ്ങളില്ലാതെ പോട്ടെ എന്ന് ഒരു മൗനസമ്മതം ചില ആളുകൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പോയത്. പക്ഷേ എന്നിട്ടും ഇത് പരിപാടി നടക്കുന്ന തലേദിവസമാണ് ഈ ഫുഡ് എന്തൊക്കെയാണെന്നുള്ളൊരു ഗ്രൂപ്പിലിടുന്നത്. അപ്പോൾ അതിൻ്റെ തലേദിവസം 2 ദിവസം മുമ്പ് വിളിച്ചു ചോദിച്ചു ഇങ്ങനെ പരിപാടി നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ ഉൾപ്പെടെ ഉള്ളവർ വിളിച്ചു ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഇല്ല എന്ന് ഇവർ മെസ്സേജ് നൽകുകയും തലേദിവസം ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അത് വലിയ ദുരൂഹതയാണ്. എന്തായാലും ട്രിവാൻഡ്രം ക്ലബ്ബിലൊക്കെ നേരത്തെ ഹോള് ബുക്ക് ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു ബ്ലോക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാതെ പെട്ടെന്ന് തലേദിവസം ട്രിവാൻഡ്രം ക്ലബ്ബിലൊക്കെ ഒരു ഹോള് വേണമെന്ന് വെച്ചാൽ നടക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇത് മുൻകൂട്ടി ഇവർ പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതിനെല്ലാം അമർഷമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ശ്വേതാ മേനോൻ ഈ ഗ്രൂപ്പുകളിൽ നിന്നും ലെഫ്റ്റ് അടിച്ചത് വലിയ ചർച്ചയാവുകയാണ്. അംഗങ്ങൾക്കുള്ളിൽ ശ്വേതാ മേനോൻ കൃത്യമായ നിലപാടെടുത്തിരിക്കുന്നു. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ താരസംഘടന അമ്മയ്ക്ക് പേരുദോഷം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടിരിക്കുന്നു. അവർ ചെയ്ത പ്രവർത്തികൾ നല്ലതായിട്ട് തന്നെ നമ്മൾ പറയും. പക്ഷേ ശ്വേതാ മേനോൻ ഈ കാര്യത്തിലെല്ലാം എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലെഫ്റ്റ് അടിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഘടനയിൽ നിന്നും നമുക്കറിയാം കഴിഞ്ഞ കുടുംബസംഗമത്തിനാണോ ജനറൽ ബോഡിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഒരു മരിച്ച ആളുകളെ, ഈ മൺമറഞ്ഞു പോയ ആളുകളെ വെച്ചൊരു ഒരു പ്രദർശനം നടത്തി. ഇവർ അമ്മ സംഘടന കുടുംബസംഗമം അല്ലെങ്കിൽ ഈ ജനറൽ ബോഡിക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അത് വളരെ മരണപ്പെട്ടവരെ വലിയ രീതിയിൽ ആക്ഷേപിക്കുന്ന നിലയിലേക്കാണ് നിർമ്മിച്ചതും. അത് ഉണ്ണി ശിവപാലാണ് നിർമ്മിച്ചത്. അതിന് 55,000 രൂപയോളം ഈ സംഘടനയിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നു എന്ന വിവരം ലഭ്യമായിട്ടുണ്ട്. 25,000 രൂപ അന്ന് തന്നെ ഇതിനൊരു സോഫ്റ്റ്വെയർ വേണമെന്ന ആവശ്യത്തിൽ കൈപ്പറ്റുകയും പിന്നീടും 25,000 രൂപ അങ്ങനെ 30,000 രൂപ കൈപ്പറ്റി 55,000 രൂപ കൈപ്പറ്റി എന്നുള്ള വിവരം ലഭ്യമായിരിക്കുന്നു. ഇപ്പോഴത്തുള്ള കൊച്ചുകുട്ടികൾ പോലും ചെയ്യാവുന്ന ഒരു പ്രവൃത്തിക്ക് അതിന് അമ്മയിൽ നിന്നും പൈസ എടുത്ത് മരണപ്പെട്ടു പോയവരെ വൾഗറാക്കുന്ന നിലയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് അന്ന് തന്നെ സംസാരമുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളും ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ താരസംഘടന ജനുവരി 26 നടത്താനിരിക്കുന്ന കുടുംബസംഗമത്തിൽ സ്പോൺസർമാരെ എത്തിക്കുന്നതിനുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് എതിർക്കുന്ന ഒരു വിഭാഗം, പക്ഷെ അതിൽ അനുകൂലിക്കുന്ന ഒരു വിഭാഗം എന്തിനാണ് ഇത്തരം ഒരു പരിപാടിയിലേക്ക് പോകുന്നത്? ഈ സ്പോൺസർമാരെ കണ്ടെത്തുന്നതിൽ ആരും വരാത്ത സാഹചര്യത്തിൽ ഏജൻസി ഏൽപ്പിക്കുക. സാധാരണ ഏജൻസി ഏൽപ്പിക്കാറുണ്ട്. ഏജൻസി ഏൽപ്പിച്ചാലുള്ളൂ ചില സ്പോൺസർമാരെ കിട്ടുള്ളൂ. അതിനുള്ള ഇത്ര % കൊടുക്കണമെന്നൊരു ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങളുണ്ടായത്. അതോടൊപ്പം തന്നെ ഈ 5 ലക്ഷം രൂപയോളം അവിടെ പോയി ദൂർത്തടിച്ചതുമായി ബന്ധപ്പെട്ട് എതിർപ്പ് വന്നിരിക്കുന്നു. ഇതിലെല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യം അമ്മയുടെ പ്രസിഡന്റ്, വനിതാ പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഉണ്ടായി. അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ വലിയ മോശമായ നിലയിലേക്ക് വലിയ ചർച്ചകളും വാക്പോരുകളും ഉണ്ടായ സാഹചര്യത്തിലാണ് ശ്വേതാ മേനോൻ ഇപ്പോൾ ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് അടിച്ചു പോയിരിക്കുന്നത്. അത് ചർച്ച ചെയ്യപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട പല അംഗങ്ങളും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഇത് ശരിയായ നടപടിയല്ല. അതോടൊപ്പം ശ്വേതാ മേനോൻ അതിജീവിതയോടൊപ്പം എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കി അതിലും ചില ആളുകൾക്ക് അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. ശ്വേതാ മേനോൻ കൃത്യമായ നിലപാട് പറഞ്ഞു പോയപ്പോൾ ശ്വേതയെ എതിർക്കുന്ന നിലയിലേക്ക് പോയപ്പോഴാണ് ശ്വേത ഇതിൽ നിന്നും ലെഫ്റ്റ് അടിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുതിർന്ന അംഗങ്ങളിലേക്കും ഈ സംഭവം എത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ആ സംഭവങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പല അംഗങ്ങളും ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ എല്ലാ ഗ്രൂപ്പിൽ നിന്നും 17 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗ്രൂപ്പിൽ നിന്നും പ്രസിഡന്റ് ആ ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് അടിച്ചു മാറിയിരിക്കുന്നു. ഇപ്പോൾ അവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും പ്രസിഡന്റ് അറിയുന്നില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം ഇനി എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും നല്ല രീതിയിൽ ചെയ്ത പ്രവർത്തികൾ ഒത്തിരിയുണ്ട്. മുത്തങ്ങായിൽ പോയി നല്ല പ്രവൃത്തി കാഴ്ചവെച്ച താരസംഘടന അമ്മയാണ്. ഓണക്കിറ്റ് നൽകി നല്ല പ്രവൃത്തി കാഴ്ചവെച്ച താരസംഘടനയാണ്. അതോടെ ഇപ്പോൾ ക്രിസ്മസിൻ്റെ കേക്കുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും നല്ല പ്രവൃത്തിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന താരസംഘടനയാണ്. ഇതിനിടയിലാണ് ഈ ദൂർത്തും ഈ എതിർപ്പുകളും വന്ന് പല ആളുകളും സഹായിക്കേണ്ട പൈസ എടുത്ത് താരസംഘടനയുടെ പേരിൽ ഫിലിം ഫെസ്റ്റിവലിൽ പോയി ഡിന്നർ നടത്തി അത് ചെലവഴിച്ചത് ചോദ്യം ചെയ്തപ്പോൾ ഇഷ്ടപ്പെടാതെ വന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI,
അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ മൈ ജി ഫ്യൂച്ചർ. Experience the next. മൈ ജി ആണ് ഫ്യൂച്ചർ.